അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ചേമ്പ് പുഴുങ്ങാൻ വിചാരിച്ചു. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ചേമ്പുണ്ട്, നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ചേമ്പ് നമുക്ക് കിട്ടിയിട്ടോ. അപ്പം മണ്ണ് ഉറച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് അധികം കൈ കൊണ്ട് പറിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ബാക്കിയുള്ളത് തൂമ്പയും കൊണ്ട് ബാക്കി കൊത്തിയെടുത്തോട്ടോ, കുറച്ചും കൂടെ കിട്ടിയിട്ടോ. ഇത്ര ചേമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് പുഴുങ്ങിയെടുക്കാം കേട്ടോ. ചേമ്പൊക്കെ നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. അമ്മയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പകുതിയോളം നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ബാക്കി കുറച്ചും കൂടെ ഉള്ളൂ ചിരണ്ടാൻ. അതും കൂടെ ചിരണ്ടി കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. ചേമ്പൊക്കെ നല്ലോണം കഴുകിയെടുത്ത് വലിയ കഷ്ണങ്ങൾ കണ്ടായിരുന്നു നമ്മൾ കട്ട് ചെയ്ത് ചെറിയതാക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വേഗം കുറച്ച് പാടായിരിക്കുമേ. ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം. ചേമ്പെല്ലാം കൂടെ നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ കടുപ്പിലാണ് വെച്ചത്, എന്നാലും അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടുള്ളൂ. ഗ്യാസിൽ വെച്ചാൽ നമുക്ക് ആ നാടൻ ടേസ്റ്റ് അങ്ങ് കിട്ടില്ല കേട്ടോ. ചേമ്പൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ, നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ വെള്ളം ഇനി ഊറ്റിക്കളഞ്ഞ് നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ നല്ല ആവി വറക്കുന്ന ചേമ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം മുളക് ചമ്മന്തിയോ അച്ചാറോ എന്താ കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ സെറ്റായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.